ഇന്നലെ രാത്രിയിൽ വെൺതിങ്കൾ കലവിന്ന് മയങ്ങിയ മലമുടി തൃശൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് സാംസ്കാരിക പൈതൃകത്തിന്റെ വിളനിലമായ ഇരിങ്ങാലക്കുട വേദിയാവുകയാണ്. നൂപുര ധ്വനികളുടെ, ചായക്കൂട്ടുകളുടെ, താളമേളങ്ങളുടെ ദിനരാത്രങ്ങൾക്ക് നാന്ദി കുറിക്കപ്പെടുന്ന ഉത്സവത്തിന് ഇന്നിവിടെ തിരശ്ശീല ഉയരുകയാണ്. ഞാൻ മിസ് വീണ സൈനി, ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയാണ്. സഹൃദയരായ എല്ലാ കലാസ്നേഹികൾക്കും ഈ ഉത്സവമേളത്തിലേക്ക് സുസ്വാഗതം. വർണ്ണശബളമായ ഈ കലാമാമാങ്കത്തിന് സ്വാഗതമേകുന്നത് തൃശൂർ ജില്ലയിലെ കലാ അധ്യാപകരുടെ നേതൃത്വത്തിൽ 36 അധ്യാപകർ അണിനിരക്കുന്ന സംഗീത നൃത്ത ആവിഷ്കാരത്തിലൂടെയാണ്. തൃശിവ പേരൂർ ഉണരുന്നു എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചിരിക്കുന്നത് നടവരമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപിക ശ്രീമതി രാധിക സനോജാണ്.
സംഗീതം നൽകിയിരിക്കുന്നത് ശ്രീ സനൽ ശശീന്ദ്ര, ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത അധ്യാപകനാണ്. അദ്ദേഹം പാലക്കൽ സ്വദേശിയാണ്. നൃത്ത ചുവടുകൾ ഒരുക്കിയിരിക്കുന്നത് ഇരിങ്ങാലക്കുട നൃത്യവേ നൃത്ത കലാക്ഷേത്രത്തിലെ അധ്യാപിക ശ്രീമതി പ്രീതി നീരജ്. ഇതിന്റെ ഏകോപനം നടത്തിയിരിക്കുന്നത് ശ്രീമതി അജിത സുരേഷ്, പാലശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത അധ്യാപികയും തൃശൂർ ജില്ലാ കലാ അധ്യാപക സംഘടനയുടെ പ്രസിഡന്റുമാണ്. ഈ ദൃശ്യവിരുന്നിലേക്ക്, കലാവിരുന്നിലേക്ക് ഏവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ൗനഗംഭീരമായ ചടങ്ങിന് അതിമനോഹരമായ തുടക്കം കുറിച്ച സംഗീതത്തിന് ശ്രീ സനൽ ഉപഹാരം ഏറ്റുവാങ്ങുന്നു.
മാറ്റിവെക്കുന്നു. കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് ഇവിടെ ബഹുമാന്യനായ ശ്രീ ജയരാജ് വാര്യർ നിർവഹിക്കുന്നു. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ എല്ലാവർക്കും നമസ്കാരം. 36ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായിരിക്കുകയാണ്. പ്രൗഢഗംഭീരമായ ഒരു ഗാനത്തോടും അതിനനുസരിച്ചുള്ള നൃത്താവിഷ്കാരത്തോടും കൂടിയാണ് നമ്മുടെ ഈ കലോത്സവം ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത്. നിറഞ്ഞ സദസ്സിന് ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങിന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ തൃശൂർ വിദ്യാഭ്യാസ ഡയറക്ടറും അതുപോലെ തന്നെ ജനറൽ കൺവീനറും ആയുള്ള ശ്രീ PM ബാലകൃഷ്ണൻ അവറുകളാണ്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ കലാവിരുന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സിനി ആർട്ടിസ്റ്റും കാരിക്കേച്ചറിസ്റ്റ് അതുപോലെ തന്നെ അവതാരകനുമായ ശ്രീ ജയരാജ് വാര്യർ ആണ്. അദ്ദേഹത്തെ തൃശ്ശൂരുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും മനസ്സിലെ നിറസാന്നിധ്യമാണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ മുഖ്യാതിഥികളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സബ് കളക്ടർ തൃശൂർ സബ് കളക്ടറായ ശ്രീ അഖിൽ വി മേനോൻ IAS അവകളെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ അശോകൻ ചെരുവിൽ അവകളെ ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടിയാട്ട് കലാകാരനായ ശ്രീ വേലുജി അവകളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആരവത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഥകളി കലാകാരൻ ശ്രീ കലാനിലയൻ രാഘവനാശാനെ സന്തോഷത്തോടെ ആരവങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഥകളി കലാകാരൻ ശ്രീ സദനൻ കൃഷ്ണൻകുട്ടി അവകളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടിയാട്ട് കലാകാരൻ ശ്രീ അമ്മന്നൂർ പരമേശ്വര ചാക്യാർ അവകളെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ജേർണലിസ്റ്റും കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് അംഗവുമായ ശ്രീമതി വേണു രാമനാഥൻ മാഡത്തെ ഒരുപാട് സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫൈൻ ആർട്സ് വിഭാഗം ഡീൻ അതുപോലെ കലാനിരൂപക കവയത്രി ചിത്രകാരി എന്നീ നിലകളിൽ പ്രശസ്തയായ ഡോക്ടർ കവിത ബാലകൃഷ്ണനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിനിമാ സംവിധായകൻ ശ്രീ പ്രേംലാൽ അവകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്ന ഡോക്ടർ DJ സതീഷ് ഹയർ സെക്കൻഡറി RTD എറണാകുളം മേഖല അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡയറക്ടർ പ്രിൻസിപ്പൽ തൃശൂർ ഡോക്ടർ T ശ്രീജ മാഡത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ VHSC ശ്രീമതി നവീന മാഡത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. TPC SSK തൃശൂർ ഡോക്ടർ ബിനോയ് NJ അദ്ദേഹത്തെ ഒരുപാട് ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. DEO ചാവക്കാട് ശ്രീമതി രാധ T മാഡത്തെ സ്വാഗതം ചെയ്യുന്നു. AEO ഇരിങ്ങാലക്കുട ശ്രീ രാജീവ് MS അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AEO തൃശൂർ വെസ്റ്റ് ശ്രീ ബിജു PJ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AEO ചാലക്കുടി ശ്രീമതി നിഷ PD ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
AO Chair ശ്രീ MV സുനിൽകുമാർ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AO മാള ശ്രീ സുരേഷ് KK അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AO ചാവക്കാട് ശ്രീമതി സിന്ധു VP മാഡത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നന്ദി അർപ്പിക്കുന്ന ശ്രീമതി സ്വപ്ന CP അതെ കൺവീനർ സ്വീകരണ കമ്മിറ്റി ആയുള്ള സ്വപ്നയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനേക്കാൾ ഉപരി ഒരുപാട് ഈ വേദിയിൽ നിന്ന് സന്നിഹിതരായുള്ള എല്ലാ കലാപ്രേമികളെയും അതുപോലെ തന്നെ AEOമാര് DEOമാര് പ്രധാന അധ്യാപകര് അതുമാത്രമല്ല ഈ വേദി ഒരു ഉത്സവമാക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അതുപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട്, മീഡിയ, മറ്റ് ഇതിന്റെ ഭാരവാഹികളായിട്ടുള്ള ഇതിന് മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാ കലാകാരന്മാരും ഓരോരുത്തരെയായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫൈൻ ആർട്സ് വിഭാഗം ഡീൻ, കലാനിരൂപക, കവയത്രി, ചിത്രകാരി എന്ന നിലകളിൽ പ്രശസ്തയായ ഡോക്ടർ കവിത ബാലകൃഷ്ണൻ ഇന്ന് വേദിയിൽ സന്നിഹിതയാണ്. ഡോക്ടർ കവിത ബാലകൃഷ്ണനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിചയപ്പെടുത്തലുകൾ തീരെ ആവശ്യമില്ലാത്ത തൃശ്ശൂർക്കാരുടെ സ്വന്തമായ കലാകാരൻ, ഓട്ടൻതുള്ളൽ കലാകാരൻ എന്ന വിശേഷണത്തെക്കാൾ നർമ്മത്തിൽ ചാലിച്ച വാക്കുകൾ കൊണ്ട് കാരിക്കേച്ചർ തീർക്കുന്ന അതുല്യനായ പ്രതിഭാശാലി, ടെലിവിഷൻ അവതാരകൻ, ചലച്ചിത്ര അഭിനേതാവ് എന്ന നിലകളിൽ കലാലോകത്തിന് പ്രിയപ്പെട്ടവൻ, ഇതിലുപരി കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ്, കലാപ്രവർത്തനം ഒരു ജീവിതോപാധി എന്നതിനപ്പുറം ഒരു സാമൂഹിക പ്രതിബദ്ധത കൂടിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച കലാകാരൻ, കാണികളെ പിടിച്ചിരുത്തുന്ന അനിതര സാധാരണമായ വാക്ചാതുരി കൊണ്ട് ചിരിയുടെ മേളം സൃഷ്ടിക്കുന്ന തൃശ്ശൂർക്കാരുടെ സ്വന്തം ശ്രീ ജയരാജ് വാര്യർ ഇന്നത്തെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ശ്രീ ജയരാജ് വാര്യരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചടങ്ങ് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയും അതിനുശേഷം ഉദ്ഘാടന പ്രസംഗത്തിനായി ശ്രീ ജയരാജൻ വാര്യരെ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ ഒരുപാട് സന്തോഷം ഈ സ്വാഗതഗാനം ഇവിടെ ആലപിച്ച വ്യക്തിത്വങ്ങളും അതിനോടൊപ്പം തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും മദരൻ മാഷ് ഉൾപ്പെടെ അതിനോടൊപ്പം ജസൻ സാർ ഉൾപ്പെടെ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. I dropped it, and on the way I dropped it.
അധ്യക്ഷൻ ശ്രീ പി ബാലകൃഷ്ണൻ സർ, വിദ്യാഭ്യാസ ഡയറക്ടർ തൃശൂർ, ജനറൽ കൺവീനർ, വേദിയിലുള്ള എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ മലയാളത്തിൻ്റെ കഥാകാരൻ, നോവലിസ്റ്റ്, സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാനായ അശോകൻ ചെരുവിൽ, കൂടിയാട്ടത്തിൻ്റെ ആചാര്യനായ എൻ്റെ ഗുരുനാഥനായ ജോസ് ശ്രമലിൻ്റെ ഗുരുവായ വേണുജി സർ, ഏറെ ബഹുമാന്യനായ കലാനിലയം രാഘവനാശാൻ, കഥകളി ആചാര്യൻ, മറ്റൊരു ഏറ്റവും പ്രിയങ്കരനായ കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടി ആശാൻ, കൂടിയാട്ടത്തിൻ്റെയും കൂത്തിൻ്റെയും പ്രയോഗതകളിൽ നിന്ന് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന അമ്മന്നൂർ കുട്ടൻചാക്യാർ, ഏറ്റവും പ്രിയങ്കരിയായ സുഹൃത്ത് എഴുത്തുകാരിയും സംഗീത അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പറുമായിട്ടുള്ള രേണു രാമനാഥൻ, എൻ്റെ ഏറ്റവും പ്രിയങ്കരിയായ ചിത്രകാരിയും കലാനിരൂപയും കവിയത്രിയും ഫൈൻ ആർട്സ് കോളേജിൻ്റെ ഡീനുമായ പ്രിയങ്കരിയായ ഡോക്ടർ കവിത ബാലകൃഷ്ണൻ, എൻ്റെ പ്രിയ സഹോദരൻ ചലച്ചിത്ര സംവിധായകൻ പ്രേംലാൽ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ഈ കലോത്സവത്തിൻ്റെ സംഘാടക നേതൃത്വം വഹിക്കുന്ന ബഹുമാന്യരായ ഉദ്യോഗസ്ഥന്മാർ, മറ്റു പ്രിയപ്പെട്ടവരെ, ഇരിങ്ങാലക്കുടയിലെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, വേദിയിലുള്ള മത്സരിച്ച് ജയിക്കാൻ വേണ്ടി ഹൃദയത്തിൻ്റെ താളം വർദ്ധിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന പ്രിയങ്കരായ കലാകാരന്മാരെ, കലാകാരികളെ, 80കളുടെ പകുതിയിൽ ഞാനൊരു നാടക പ്രവർത്തകനായിരുന്നു. അതറിയുന്നവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ശ്രീ അശോകൻ ചെരുവിലിനറിയാം, രേണു രാമനാഥനക്കറിയാം. ഞങ്ങൾ തൃശ്ശൂരിൽ റൂട്ട് എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഗ്രൂപ്പിൽ മരിച്ചുപോയ നാടക സംവിധായകൻ ജോസ് ചെറുമലിൻ്റെ കീഴിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന നാടകമാസം എന്നൊരു പരിപാടി, അതായത് ഒരു മാസത്തെ തയ്യാറെടുപ്പോടുകൂടി ഒരാഴ്ച നാടകം അവതരിപ്പിക്കുക, അതാണ് നാടകമാസം. അവിടെ ഞങ്ങൾ ശവഘോഷയാത്ര എന്നൊരു നാടകം അവതരിപ്പിച്ചിരുന്നു. ആ നാടകത്തെ പറ്റി പറയാൻ കാരണം അത് ഇരിങ്ങാലക്കുടക്കാരനായ പ്രശസ്ത എഴുത്തുകാരൻ നോവലിസ്റ്റായ ആനന്ദ് എഴുതിയതാണ്. ശവഘോഷയാത്ര എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രം ഞാനായിരുന്നു. ജീവൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. നായികയുടെ പേര് പൂർണിമ. ജീവനും പൂർണിമയും അറിയാമല്ലോ. അതിനകത്തൊരു ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ കൊത്തിവെച്ചിരിക്കുന്ന ഒരു വാചകം, പറക്കുന്ന പക്ഷിക്ക് ഇടം കിട്ടൂ, പറക്കും തോറും ഇടം, കൂടുതലിടം, അവസാനമില്ലാത്ത ഇടം, ഇരിക്കുന്നിടത്തിരുന്നാൽ ഇരിപ്പിടം മാത്രമേ കാണൂ. പറക്കുന്ന പക്ഷിക്ക് ഇടം കിട്ടൂ എന്ന് ആനന്ദ് എഴുതിയ ആ വാചകം ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം, കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമാണ്. കാരണം ഇരിങ്ങാലക്കുട അമ്മന്നൂർ ചാക്യാർ ഗുരുകുലത്തിൽ നിന്ന് അമ്മന്നൂർ ചാച്ചു ചാക്യാർ, മാധവ് ചാക്യാർ ഉൾപ്പെടെ ഇന്നിപ്പോൾ അതിനെ നയിക്കുന്ന വേണിജി ഉൾപ്പെടെ ഇവരെല്ലാവരും ലോക നാടകവേദിയിലേക്ക് കൂടിയാട്ടത്തെ പറത്തിവിട്ടവരാണ്. ആ ദൃശ്യകല ലോകം മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചു. അതുപോലെ തന്നെ ഉണ്ണായി വാര്യർ എന്ന് പറയുന്ന നളചരിതത്തിന്റെ രചയിതാവ്, മലയാളത്തിൽ ആദ്യത്തെ കഥകൾ എഴുതിയ ഉണ്ണായി വാര്യർ നളചരിതത്തിലെ ഹംസത്തെ ആയിരങ്ങളുടെ ഹൃദയത്തിലേക്ക് പരത്തിവിട്ടെന്ന് മാത്രമല്ല, ആ ഹംസം ഇന്നും ചിറകടിച്ച് ആകാശത്ത് പറക്കുകയാണ്. അതിൻ്റെ എന്താ പറയേണ്ടത്, കവിതയായിട്ടും ഇന്നത്തെ നമ്മുടെ കുട്ടികൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയുമായിട്ടൊക്കെ കഥകളി അരങ്ങിൻ്റെ ഒപ്പം ഹംസം ഇപ്പോഴും പറക്കുകയാണ്. എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ഗായകൻ പി ജയചന്ദ്രൻ ചേട്ടൻ മാനത്ത് നിന്ന് ഒരിക്കലും അസ്തമിക്കാത്ത നിലാവായി ഇന്നും ആകാശത്ത് നിൽക്കുകയാണ്. ഒരിക്കലും മാഞ്ഞു പോകാത്ത, അസ്തമിക്കാത്ത, നിഴൽ പടരാത്ത, കർമ്മേഘം മൂടാത്ത ഒരു നിലാവ്. ജയേട്ടന്റെ മിക്കവാറും എല്ലാ പാട്ടുകളും ആകാശത്താണ്. പാട്ടുകളെ അദ്ദേഹം ആകാശത്തേക്ക് വിട്ടതാണ്. ഒരു കാലത്തിൻ മഴവിൽ ചിറകിൽ
പ്രിയ സഖി നിന്നെ ഉയർത്താം ഞാൻ, പ്രിയ സഖി നിന്നെ ഉയർത്താം ഞാൻ എന്ന് പാടി മഴവില്ലിനോടൊപ്പം എത്തിയ ആളാണ്. അതുപോലെ തന്നെയാണ് രാമദാസ് മാസ്റ്റർ. കൊച്ചു കുരുന്നുകളെ അറിവിന്റെ ആകാശത്തേക്ക് പറത്തിവിട്ട ആളാണ്. ബാലസാഹിത്യത്തിലൂടെ ഗുരുനാഥനായി നിന്നുകൊണ്ട് എത്രയോ ആളുകൾക്ക് പറക്കാൻ ചിറക് ഒന്നനക്കി വിട്ടുകൊടുത്ത ആളാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ തലമുറകളെ സൃഷ്ടിച്ച ഇരിങ്ങാലക്കുടയുടെ പ്രിയപുത്രന്മാരാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമാണെങ്കിൽ ഇരിങ്ങാലക്കുട കലകളുടെ സാംസ്കാരിക തലസ്ഥാനമാണ്. ഇന്നിപ്പോൾ കൗമാരങ്ങൾ, നമ്മുടെ മക്കളുടെ മക്കൾ എന്നും പറയാം, ആ കുട്ടികളെല്ലാം തന്നെ മറ്റൊരു ലഹരിയിലാണ്. അത് മയക്കുമരുന്നിൻ്റെയും അതുപോലെ സിന്തറ്റിക് രാസലഹരിയുടെയും ചിറകിലാണ് അവർ പറക്കുന്നത്. യഥാർത്ഥത്തിൽ കലാപ്രവർത്തനം നടത്തുന്ന കുട്ടികൾ അവർക്ക് മാതൃകയാവണം. ഈ രാസലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും ആ ലഹരി അല്ല വേണ്ടത്. കലാപ്രവർത്തനങ്ങളെ ഒരു ലഹരിയായി എടുക്കുകയാണ് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇരിക്കുന്ന ഈ ആചാര്യന്മാരെ വെറുതെ ഒന്ന് നോക്കി അവരാരാണ് എന്ന് വെറുതെ ഒന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. അവരുടെ ഇടയിൽ അത്ര വലിയ കലാകാരനൊന്നും അല്ലാത്ത ഞാനും കലയെ ലഹരിയായി എടുത്ത ആളാണ്. കലാപ്രവർത്തനം കൊണ്ട് എങ്ങനെ ജീവിക്കാം എന്ന് പഠിച്ച ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഇത് കൗമാരങ്ങളുടെ ഉത്സവമാണല്ലോ. കൗമാരങ്ങൾ എല്ലാവരും മറ്റെല്ലാ ലഹരിയും വിട്ട് കലയുടെ ലഹരിയിൽ മുഴുകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടകങ്ങൾ എല്ലാം തന്നെ അസ്വസ്ഥതയുടെ ഇടങ്ങളാണ്. പലപ്പോഴും വലിയ വലിയ അഗ്നിപർവ്വതങ്ങൾ വീടുകളിൽ പൊട്ടാൻ കാത്തിരിക്കുകയാണ്. ചിലതൊക്കെ പൊട്ടുന്നുമുണ്ട്. കാരണം കുട്ടികൾ അവരുടേതായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകമായതുകൊണ്ടും അവരവരുടെ ലഹരിയിൽ മുഴുകുന്നുകൊണ്ടും അതിലൂടെ നഷ്ടപ്പെടുന്നത് അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അച്ഛനമ്മമാരും അധ്യാപകരുമൊക്കെ കൂടുതൽ നമ്മുടെ കുട്ടികളെ പഠനത്തോടൊപ്പം തന്നെ കലയിലേക്ക് തിരിച്ചുവിടാനുള്ള എന്തെങ്കിലും ഒരു ജാലവിദ്യ, എന്തെങ്കിലും ഒരു മാജിക് പ്രയോഗിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ മത്സരങ്ങൾക്കും അതീതമായ ഒരു ഉത്സവമാകണം കലോത്സവങ്ങൾ എന്നും ഒരാഗ്രഹമുണ്ട്. അത് ആഗ്രഹമാണ്. എല്ലായ്പ്പോഴും വലിയ വലിയ കിടമത്സരങ്ങളും അതുപോലെ തന്നെ കോടതികളും അതിൻ്റെ വിധികളും പുറമേക്കൊക്കെ നല്ല ഭംഗിയാണെങ്കിലും അകത്ത് യുദ്ധം നടക്കുകയാണ് പലരുടെയും മനസ്സിൽ. അത് മൂന്നാം ലോക മഹായുദ്ധത്തെക്കാളും ഈയിടെ നടക്കുന്ന യുദ്ധത്തെക്കാളും വലുതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള യുദ്ധങ്ങളെ ഒഴിവാക്കുക. ശുദ്ധമായ ഹൃദയത്തിൽ മാത്രമേ കല കൂടിയിരിക്കുകയുള്ളൂ. അല്ലാത്ത ഹൃദയങ്ങളിൽ കലയുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന എല്ലാ കളികൾക്കും അപ്പുറത്ത് കല എന്ന് പറയുന്ന നമുക്ക് അപൂർവമായി മനുഷ്യന് സിദ്ധിക്കുന്ന ആ സിദ്ധിയെ നിലനിർത്താൻ എല്ലാവരും ശ്രമിക്കട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഞാനും കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഞാനന്ന് ഓട്ടംതുള്ളലുകാരനായിരുന്നു. ഞാൻ കലോത്സവത്തിൽ പങ്കെടുത്ത വർഷം 1977 1977 ഏറ്റവും വലിയ എനിക്ക് കിട്ടിയ ഒരു അറിവ് ലളിതഗാനം പാടാൻ വന്ന ഒരു പെൺകുട്ടിയുടെ പ്രകടനമാണ്. 77 ഞാനൊരു ഓട്ടംതുള്ളൽക്കാരനായിട്ട് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് ലളിതഗാനവും പദ്യോച്ചാരണവും ഒക്കെയാണ് നമ്മുടെ ഒരു ഇഷ്ടം. ഇന്നും പാട്ടുകളൊക്കെയാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു വിഷയം. അപ്പം ഞാനിങ്ങനെ ലളിതഗാന മത്സരം കാണാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് പോയി പാട്ട് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും സദസ്സ് ഒന്നടക്കം പറഞ്ഞു, ഈ കുട്ടിക്കായിരിക്കും ഈ വർഷത്തെ ഏറ്റവും മികച്ച പാട്ടുകാരിയായിട്ട് ലളിതഗാനത്തിൽ അവരെയാണ് തിരഞ്ഞെടുക്കപ്പെടുക. കാരണം അത്ര വലിയ കരഘോഷമായിരുന്നു. അങ്ങനെ റിസൾട്ട് വരുന്ന ദിവസം ക്ലാസ് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ 3-4 പേര് പോയി ആർക്കാണ് 1ാം സമ്മാനം കിട്ടുക എന്ന് വളരെ ജിജ്ഞാസയോടുകൂടി ഞങ്ങളിങ്ങനെ കേൾക്കാൻ കാത്തിരുന്നു. അപ്പോഴാണ് അനൗൺസ്മെന്റ് വരുന്നത്. ലളിതഗാനം പെൺകുട്ടികൾ 1ാം സമ്മാനം തിരുവനന്തപുരം കോട്ടൺ ഹിൽസ് സ്കൂളിലെ KS ചിത്ര എന്ന പേരാണ് അനൗൺസ് ചെയ്തത്. എൻ്റെ അതേ പ്രായക്കാരിയായ ആ ഗായികയാണ്
ഇന്നും നമ്മുടെ മലയാളത്തിലെ ഗായികമാരിൽ ഒന്നാം സ്ഥാനത്ത്. അപ്പോൾ ഈ കലോത്സവത്തിൽ മത്സരിക്കുന്നവർക്ക് ഇത് കഴിഞ്ഞാൽ എവിടെ പോകുന്നു എന്നറിയണം. എനിക്ക് തോന്നുന്നു പലരും കലോത്സവം കഴിഞ്ഞാൽ ഇതൊക്കെ വിടുകയും പിന്നെ വേറെ ജോലികൾക്ക് പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. അന്ന് KS ചിത്ര പാടിയ പാട്ട് പിന്നീട് അവര് സമ്മാനം വാങ്ങിച്ചതിന് ശേഷം അതേ വേദിയിൽ പാടുകയും ചെയ്തു. ഓടക്കുഴലേ ഓടക്കുഴലേ ഓമനത്താമര കണ്ണന്റെ കയ്യിലേ എന്നായിരുന്നു ആ പാട്ട്. കേട്ടിട്ടുണ്ടോ അതൊക്കെ? ഓടക്കുഴലേ എന്ന പാട്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അവരെ കണ്ടപ്പോൾ അത് പറഞ്ഞിരുന്നു. പിന്നെ എല്ലായ്പ്പോഴും ഈ കലോത്സവം അല്ലെങ്കിൽ യുവജനോത്സവം എന്ന് പറയുന്നതിൻ്റെ തുടക്കത്തിൽ സമ്മാനം നേടിയവർ തന്നെയാണ് ഇന്നും സംഗീത രംഗത്തും അഭിനയ രംഗത്തൊക്കെ ഉള്ളത് എന്നതാണ്. ആദ്യത്തെ യുവജനോത്സവത്തിൻ്റെ ലളിത സംഗീതത്തിലും കർണാടക സംഗീതത്തിലും ഒന്നാം സമ്മാനം നേടിയ ഗായകൻ തന്നെയാണ് ആദരണീയനായ പത്മവിഭൂഷൺ ഡോക്ടർ KG യേശുദാസ് എന്ന നമ്മുടെ സ്വന്തം ദാസേട്ടൻ. അതേ വർഷം തന്നെ മൃദംഗത്തിൽ ഒന്നാം സ്ഥാനവും ലളിത സംഗീതത്തിൽ രണ്ടാം സ്ഥാനവും പിന്നീട് ഒന്നാം യൂത്ത് ഫെസ്റ്റിവലിൽ ലളിത സംഗീതത്തിൽ ഒന്നാം സ്ഥാനവും ലളിതഗാനത്തിൽ ഒന്നാം സമ്മാനവും ഒക്കെ നേടിയ ജയചന്ദ്രൻ ചേട്ടനും P. ജയചന്ദ്രൻ അദ്ദേഹവും ആ പാട്ടുകൾ തന്നെയാണ് ഇപ്പോഴും നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. നമ്മൾ വിനീതിനെയും മോനിഷയെയും അതുപോലെ മഞ്ജു വാര്യരെയും തുടങ്ങിയ എല്ലാവരെയും പേര് പറയാൻ സമയമില്ല. ഒക്കെ നമ്മൾ അവരുടെ പെർഫോമൻസിൻ്റെ അവര് നമുക്ക് ആ ഒരു ആദ്യം തന്നെ കാണിച്ചെന്ന സ്പാർക്ക് അതിൽ തുടരുകയാണ്. അതുപോലെ തന്നെ അവിടെ ഇവിടുന്ന് വിജയിക്കുന്നവരും. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിന് പോകുന്നതിന് മുമ്പ് ഈ കുട്ടികളുമായിട്ടൊരു ഗ്യാതറിങ്ങിന് എന്നെ വിളിച്ചിരുന്നു. അന്നത്തെ നാസർ KS ഉദ്യോഗസ്ഥനായിട്ടുള്ള. അപ്പോൾ അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മോട്ടിവേറ്റ് ചെയ്താൽ ഏൽക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്കായിരിക്കും ഈ കൊല്ലം ഗബ്ബടിക്കുക എന്ന് പറഞ്ഞു. നമ്മുടെ മറ്റേ വീണ്ടും രാവണപ്രഭു വന്നപ്പോൾ കുട്ടികളൊക്കെ ഓർക്കുന്നുണ്ടാവും ആ വാചകം. കുട്ടികളൊക്കെ വരും. കുട്ടികൾ കുറവാണെന്ന് തോന്നുന്നു അല്ലേ? കുട്ടികളൊക്കെ ഇങ്ങനെ എന്താ പറയുക നെഞ്ചിടിപ്പോട് കൂടി കാത്തിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്കായിരിക്കും കപ്പടിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. കപ്പ് കിട്ടിയിട്ടേ നിങ്ങൾ തിരിച്ചു വരൂ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ തൃശ്ശൂർ ജില്ലയ്ക്ക് തന്നെ കഴിഞ്ഞ വർഷം കപ്പടിച്ചു. ഈ വർഷവും തൃശ്ശൂർ ജില്ലയ്ക്ക് തന്നെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃശ്ശൂരിൽ വരാൻ പോകുന്ന സംസ്ഥാന കലോത്സവത്തിൻ്റെ വിളംബരമായി ഈ ജില്ലാ കലോത്സവത്തെ നമുക്ക് കാണാം. ഇവിടെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. തോൽവിയാണ് യഥാർത്ഥത്തിൽ ജയം മാത്രമല്ല, തോൽവിയാണ് നമ്മൾക്ക് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനുള്ള ഒരു അവസരം എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. തോറ്റു കഴിഞ്ഞാൽ മുഖത്ത് വിരിഞ്ഞ മനോഹരമായ ഭാവങ്ങൾക്ക് പകരം ഒരു ക്രൗര്യം എന്ന് പറയുന്ന ഒരു ഭാവം വരാതിരിക്കട്ടെ. അതിന് പിന്നിൽ അതിനെ മൂർച്ച കൂട്ടുന്ന രക്ഷിതാക്കളുടെ ഇടപെടലുകൾ ഇല്ലാതിരിക്കട്ടെ. കല അപൂർവമായി കിട്ടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ അപൂർവമായി കിട്ടുന്ന വലിയൊരു സിദ്ധിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി നിങ്ങളെ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരുടെയും എന്താ പറയുക, ഇരിങ്ങാലക്കുട എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിരിയുകയാണല്ലോ, ഇങ്ങനെ കമലതളം ഇങ്ങനെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കളിൽ താമരപ്പൂവിനകത്താണല്ലോ കലയുടെ ദേവി ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. എല്ലാ നിറങ്ങളും ചേർന്ന് ഒത്തുചേരുകയാണ് ഇവിടെ. അതായത് ഏഴൊന്നല്ല, കവിതാ ബാലകൃഷ്ണനൊക്കെ അറിയാം, അവർ പറയുന്ന 700, 7000, 70,000 നിറങ്ങളുണ്ടാവും. ആ നിറങ്ങളെല്ലാം ഒത്തുചേരുന്ന വളരെ സുന്ദരമായ ദിവസങ്ങളാണ് ഈ 4 ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ മഹാനായ കവി, ഇപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് 50 വർഷമാവുകയാണ്. മരിച്ച 50 വർഷം കഴിഞ്ഞിട്ടും നാം ഓർക്കുന്ന ഒരു വലിയ കവിയാണ് വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മ എഴുതി ദേവരാജൻ മാസ്റ്ററിനമിട്ട് നമ്മുടെ പ്രിയങ്കരനായ ജയേട്ടൻ P. ജയചന്ദ്രൻ ചേട്ടൻ പാടിയ ഒരു കവിതയുടെ 4 വരികൾ പാടിയിട്ടുണ്ട്. നമുക്കത് ഉദ്ഘാടനം ചെയ്യാം. മാനത്തെത്തിയ മഴവിൽ കൊടിയെ മായരുതേ നീ മായരുതേ, നീരത പാടുകൾ തോളിലുയർത്തിയ നീലപ്പീലി കാവടിയേ, നീലപ്പീലി കാവടിയേ. ഇന്നലെ രാത്രിയിൽ വെൺതിങ്കൾ കലവിന്ന് മയങ്ങിയ മലമുടിയിൽ വരണം മണ്ണിന് ദാഹം തീർക്കാൻ വാർമഴവില്ലേ നീ വന്നു,
വാർമഴവില്ലേ നീ വന്നു. ഏഴുകടലിനങ്ങെ ചരുവിലൊരേലാമാലിയുയർന്നല്ലോ. ഏഴുമലകൾക്കങ്ങെ ചരുവിലൊരേല തൊട്ടമുയർന്നല്ലോ. ദൈവമിറങ്ങി നടക്കാറുള്ളൊരു പാവന മാനവ മേഖലയിൽ കറുകറമുണ്ടും തലയിൽ കെട്ടി കരിമേഘങ്ങളണഞ്ഞല്ലോ. അക്കരിമേഘ കീറിൻ പക്കത്തന്തി ചെങ്കതിർ നിഴലിക്കേ മാനത്തൊക്കെ പീലി വിടർത്തിയ മാർമഴവില്ലേ മായരുതേ. നിന്നാത്മാവിലെ നീർമണിയല്ലോ മണ്ണിനു നല്ലൊരു നവവർഷം. മണ്ണിനു നല്ലൊരു നവവർഷം. മണ്ണിനു നല്ലൊരു നവവർഷം. മാനത്തെത്തിയ മഴവിൽ കൊടിയെ മായരുതേ നീ മായരുതേ. നീരത പാളികൾ തോളിലുയർത്തിയ നീലപ്പീലി കാവടിയേ. നീലപ്പീലി കാവടിയേ. നീലപ്പീലി കാവടിയേ. നീലപ്പീലി കാവടിയേ. കലയുടെ വർണ്ണങ്ങൾ വിരിയട്ടെ. നിങ്ങളുടെ ഉള്ളിൽ നിന്നും കലയാകുന്ന മാലിവിൽ മായാതിരിക്കട്ടെ. ആകാശം സുന്ദരമാകട്ടെ. മനസ്സും കൂടുതൽ കൂടുതൽ വിസ്തൃതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 36ാമത് തൃശ്ശൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം ഈ വേദിയിലിരിക്കുന്ന ഗുരുനാഥന്മാരുടെയും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ പ്രേക്ഷകരുടെയും സദസ്യരുടെയും അനുവാദത്തോടെ വളരെ വിനയപൂർവ്വം ഒട്ടും അഹങ്കാരമില്ലാതെ അഭിമാനത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം.